ഹായ് ഹലോ. നമ്മളെല്ലാവരും പുറത്തു പോകുമ്പോൾ ജ്യൂസ് കുടിക്കാറുണ്ടല്ലേ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ജ്യൂസെങ്കിലും കുടിക്കാതിരിക്കത്തില്ല അല്ലേ. നമ്മളിപ്പോൾ സാധാരണ ജ്യൂസ് കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് പേപ്പർ സ്ട്രോകളാണല്ലേ. നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധനം വന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് സ്ട്രോകളെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പേപ്പർ സ്ട്രോകളാണല്ലേ. പേപ്പർ സ്ട്രോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീടിനടുത്തുള്ള ഒരു സ്ട്രോ ഫാക്ടറിയിൽ പോയി അവിടെ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ശ്രീവിദ്യ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഓറിഗ ഇൻഡസ്ട്രീസ്. തിരുവനന്തപുരം പട്ടം മുട്ടടയാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഞങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 100% ബയോഡീഗ്രേഡബിൾ പേപ്പർ സ്ട്രോസ് ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നുണ്ട്. മന്ത്ലി 50 to 60 lakhs പ്രൊഡക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്. കസ്റ്റമറുടെ ആവശ്യാനുസരണം കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ വില്ലിങ് ആണ്. ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം സിപ്രോൾ. 100% ഫുഡ് ഗ്രേഡ് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഫുഡ് ഗ്രേഡ് പേപ്പറും ഫുഡ് ഗ്രേഡ് ഗമ്മുമാണ്, ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നോർമൽ വേറെ ഒരു അതിന് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ദൂരം നിന്നിട്ടില്ല. പേപ്പർ അല്പം വില കൂടുതലാണെങ്കിൽ കൂടി പക്ഷേ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാൻ റെഡിയല്ല. തുടക്കം മുതലേ ഞങ്ങൾ അത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ലൈം ജ്യൂസിന് ഉപയോഗിക്കുന്ന 6 mm സ്ട്രോസ് മുതൽ ബോബ ടീ 12 mm ബോബ ടീ ബബിൾ ടീ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രോസ് വരെ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ മൊജിറ്റോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രോയാണ്. ഇത് 6 mm ആണ്, പക്ഷേ ഇത് മൊജിറ്റോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ലെങ്ത് കൂടുതലാണ്. ഗ്ലാസ്സിന് നീളം കൂടുതലുള്ളതുകൊണ്ട് സ്ട്രോസും അതും അതിനനുസരിച്ചുള്ളതാണ്. ഇത് ഒരു കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത്. 6 mm, 8 mm, 10 mm, 12 mm ഇങ്ങനെ 4 വെറൈറ്റിയിലാണ് വരുന്നത്. ലൈം 6 mm തന്നെ ഈ ലെങ്ത്തിൻ്റെ ഡിഫറൻസിൽ മൊജിറ്റോയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എന്താണോ കസ്റ്റമർക്ക് ഏത് വേരിയൻ്റാണോ വേണ്ടുന്നത് കളർ സ്ട്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവരുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് എന്താണോ ഏത് ഗ്രേഡിലാണോ വേണ്ടുന്നത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഷെയ്ഡ്സിന് വേണ്ടിയിട്ടാണ്. കൂടുതലും പാർട്ടി യൂസാണത്. പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളർ സ്ട്രോസ് യൂസ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ മറ്റൊരു കളർ വേരിയൻ്റാണ്. ലൈമിന് പോകുന്നതാണ്. ദെൻ ഇതും ലൈമിന് പാർട്ടി ആവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈം ജ്യൂസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതതിൻ്റെ മറ്റൊരു കളർ വേരിയൻ്റാണ്. ഇതാണ് നമ്മളിപ്പം ചെയ്യുന്നതിൽ ഏറ്റവും വലുത് 12 mm ബബിൾ ടീ ബോബ ടീക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആണ് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതിന് കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് തിരക്കാം, വിസിറ്റ് ചെയ്യാം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ ഓർഡേഴ്സ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ കാണുന്ന വലിയൊരു പേപ്പർ റോളുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്ട്രോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ. ഇത് ഈ വലിയൊരു മെഷീനിലിട്ടിട്ട് ഏതൊക്കെ സൈസിലാണ് ഇവർ സ്ട്രോ ഉണ്ടാക്കുന്നത് ആ സൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആ സൈസിനനുസരിച്ച് പേപ്പറെല്ലാം കട്ട് ചെയ്ത് അത് വലിയൊരു റോളാക്കി എടുക്കുന്നു. ആ മെഷീനിൽ കട്ട് ചെയ്തെടുത്ത പേപ്പറുകൾ ഈ ഒരു മെഷീനിൽ കയറ്റിയാണ് സ്ട്രോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
അടുത്ത പ്രോസസ്സാണ് പശ തേക്കൽ. എന്തായാലും നമ്മുടെ സ്ട്രോ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശ പുരട്ടുകയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ നടത്തുന്നത്. അങ്ങനെ പശ പുരണ്ട ഈ പേപ്പർ മെയിൻ സ്ട്രോ ഉണ്ടാക്കുന്ന മെഷീനിൽ പോകുന്നു. അവിടെ അത് റോളാകുന്നു. പിന്നെ കട്ട് ചെയ്ത് സെറ്റായി നമ്മുടെ സ്ട്രോ കുട്ടൻ റെഡിയായി. ഇവരിതിൽ യൂസ് ചെയ്യുന്ന പശയുണ്ടല്ലോ, അത് പ്ലാന്റ് ബേസ്ഡ് ആണ്, എഡിബിളാണ്. സ്ട്രോ ഫാക്ടറിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക്